പെരിന്തൽമണ്ണ വാൽപ്പാറ അപകടത്തിൽ മരിച്ച പാങ്ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയായ പി അജിത ഈ വർഷം റിട്ടയർ ചെയ്യേണ്ടതായിരുന്നു. പുലാമന്തോൾ പാലൂർ സ്വദേശിനിയാണ്. 2 വർഷമായി പാങ്ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയായി റിട്ടയർഡ് അധ്യാപികയായ പരുത്തിയിൽ മീനാക്ഷിക്കുട്ടിയുടെയും പരേതനായ കെ പത്മനാഭൻ നായരുടെയും മകളാണ്. റിട്ടയർഡ് സ്പിന്നിംഗ് മിൽ ഉദ്യോഗസ്ഥനായ ശിവരഘുവാണ് ഭർത്താവ്. അഭിരാമി, അവന്തിക എന്നിവരാണ് മക്കൾ. ഒരുപാട് പ്രതീക്ഷകളോടെ പ്രധാന അധ്യാപികയായ അജിത ടീച്ചർ മുതൽ അവിടുത്തെ പാചക തൊഴിലാളിയായ സാജിത വരെയുള്ള മനുഷ്യർ, അവിടെ തൊട്ടടുത്ത സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപികയടക്കം അവരുടെ മകനടക്കമാണ് ഈ യാത്രയിൽ പങ്കുചേർന്നത്. ഒടുവിൽ 4 പേരെ മാത്രം ബാക്കി വെച്ച്, ട്രക്കിൻ്റെ ഡ്രൈവറടക്കം 4 പേരെ മാത്രം ബാക്കി വെച്ചാണ് 9 പേർ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് യാത്ര മാറിക്കേറിയത്. വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരിൽ ഇപ്പോൾ ഉള്ളവർ അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. 4 പേർ ഇപ്പോഴും 4 പേരിൽ 3 പേർ ഇപ്പോഴും കോയമ്പത്തൂർ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. നമ്മളുടെ പ്രതിനിധി സോണൽ കൃഷ്ണ എവിടെയുണ്ട്, തത്സമയം മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് സോണലിലേക്ക് പോയാൽ സോണൽ, വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 9 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. ഇതൊന്നും അറിയാതെ ആ 3 പേർ, ട്രാവലറിൻ്റെ ഡ്രൈവറടക്കം 3 പേർ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുന്നുണ്ട്. അവരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണോ? അവരിൽ ആരെങ്കിലും അപകടനില തരണം ചെയ്തോ? അരുൺകുമാർ, എനിക്ക് പുറകിൽ കാണുന്ന ഈ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിനകത്താണ് ആ 3 പേര് ചികിത്സയിലുള്ളത്. എത്രയും ആശ്വാസകരമായ ഒരു വാക്കുകൾക്ക് അല്ലെങ്കിൽ വിവരത്തിന് വേണ്ടിയാണ് നമ്മൾ ഉൾപ്പെടെ ഈ ആശുപത്രിക്ക് പുറത്ത് കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ആ 3 പേര് എത്തിച്ചപ്പോൾ തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഇരു സർക്കാരുകളും സംയുക്തമായി ചേർന്ന് ഉറപ്പുവരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയുടെ വാക്കുകൾ അല്പസമയം മുമ്പ് അവരുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ബന്ധുക്കളാണ്. എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അലിയൊക്കെ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എവിടുന്ന്? ഉള്ളിന്ന് ഇപ്പോൾ ഒരാൾ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്, നൗഷാദ് അലി. 2 പേരിൽ ഒരു കുട്ടിക്ക് കാര്യമായിട്ട് കാലുകൾ 2 ചലനമല്ല, കീഴ്പ്പെട്ടു. പിന്നെ മറ്റേയാളെ കിഡ്നി സംബന്ധമായ വിഷയങ്ങളാണ് കിട്ടിയിരിക്കുന്നത്, വായിസിന്. മറ്റേ അലിക്ക് കാര്യമായിട്ട് ചെസ്റ്റും അതുപോലെ ബാക്ക്, തലയുടെ ബാക്കിലും സ്പൈനറിലാണ് ഇഞ്ചറി. കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ സംഘം എത്തിയിരുന്നില്ല? കേരളത്തിൽ നിന്ന് മെഡിക്കൽ സംഘം അവർ ഇപ്പോഴും പോയിട്ടില്ല, അവരിവിടെ ഉണ്ട്. ഇനി പോകാനുള്ള തയ്യാറെടുപ്പ്. അവർ സീനിയർ സൂപ്രണ്ടിനെ കണ്ടതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ എടുത്തതിന് ശേഷം പോവാം എന്നുള്ളതാണ് പറഞ്ഞത് നമ്മളോട്. 48 മണിക്കൂർ നിരീക്ഷണത്തിൽ വേണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്? 48 എന്നുള്ളതല്ല അവർ പറഞ്ഞിട്ടുള്ളത്, 2-3 ദിവസങ്ങൾ പിടിക്കും ഇതിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മളെ വയറിൻ്റെ മേലെ ഇഞ്ചറി കാരണം, അഥവാ വാരിയെല്ലിന് പൊട്ടിയിട്ട് നമ്മളെ ലെൻസ് തടഞ്ഞ് അതിൽ നിന്ന് ബ്ലഡ് പോകുന്നത്, അത് പുറത്ത് വന്നതിന് ശേഷമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈ ആളുകളുടെ തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. ഏറ്റവും പ്രധാന പയ്യൻ്റെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ ആളെ വാർഡിലേക്ക് മാറ്റി. ആശ്വാസമുള്ള വിവരങ്ങളാണ്. പക്ഷേ അതിലേറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മളെ അലിയാണ്. അവനാണ് ഏറ്റവും കൂടുതൽ പരിക്കപ്പോഴുള്ളത്. അവൻ്റെ കാര്യം എപ്പോഴും തീരുമാനത്തിലായിട്ടില്ല. ഇതിനെയാണ് സാജിത, മരണപ്പെട്ട സാജിതയുടെ മകനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായ വിവരം കൂടി വരുന്നുണ്ട് അരുൺകുമാർ. അത് തന്നെയാണ് ആ കുട്ടിയെ ഇന്നലെ ഇവിടെ എത്തിച്ച സമയത്ത് അരയ്ക്ക് കീഴ്പോട്ടേക്ക് തളർന്ന, അല്ലെങ്കിൽ തൊടുമ്പോൾ സ്പർശിക്കുമ്പോൾ പോലും ആ കുട്ടിക്ക് അറിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അരയ്ക്ക് കീഴ്പോട്ടേക്ക് പൂർണ്ണമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ആ കുട്ടിയെ ഇപ്പോൾ പൂർണ്ണ ചികിത്സ നൽകി വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും മറ്റു 2 പേരുടെ സ്ഥിതി ഇത്തിരി ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട്. നൗഷാദിൻ്റേതുൾപ്പെടെ പലതരത്തിലുള്ള ഇഞ്ചറികളുണ്ട്. ആന്തരിക അവയവങ്ങൾക്കാണ് കൂടുതലും പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ എത്രയും പെട്ടെന്ന് അവരും ആ പൂർണ്ണ ജീവിതത്തിലേക്ക് ആരോഗ്യവാന്മാരായി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്. ഇന്ന് രാവിലെ പുലർച്ചെ 2 മണിയോടുകൂടി മലപ്പുറം DMOയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു മെഡിക്കൽ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി അവർ സംസാരിച്ച്, ഡോക്ടർമാരോട് സംസാരിച്ച് എന്തൊക്കെയാണ് നിലവിലെ സിറ്റുവേഷൻ
എന്നുള്ളത് ബന്ധുക്കൾക്ക് ഉൾപ്പെടെ ബ്രീഫ് ചെയ്ത് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ 48 മണിക്കൂർ കഴിഞ്ഞല്ലാതെ ഇവിടെ നിന്ന് ഈ ആശുപത്രിയിൽ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ വേണ്ട ചികിത്സ ഇന്നലെ തന്നെ കൃത്യമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായ കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം എന്നുള്ളത് ആ ഷഹദീൻ മുഹമ്മദിൻ്റെ കാര്യത്തിലാണ്. ആ 11 വയസ്സുകാരനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ വിവരം കൂടി ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് മുഹമ്മദ് ഫായിസ് ആണ്, 22കാരൻ. ഈ ട്രാവലർ ഓടിച്ചിരുന്ന ഡ്രൈവറാണ്. അദ്ദേഹത്തിനും കാര്യമായ പരിക്കുകളുണ്ട്. മറ്റൊന്ന് ആ സ്കൂളിലെ ഡ്രൈവറാണ്, സ്കൂൾ ബസ് ഉൾപ്പെടെ ഓടിക്കുന്ന. ഈ അധ്യാപകരുമായും മാഷുമാരുമായും ടീച്ചർമാരുമായും ഒക്കെ ഏറെ ബന്ധമുള്ള ആ വ്യക്തിയാണ് 39 വയസ്സുകാരൻ നൗഷാദ്. അദ്ദേഹത്തിൻ്റെ നിലയും ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഗുരുതരമായ പരിക്കുകളേറ്റിട്ടുണ്ട്, ചെസ്റ്റിനുൾപ്പെടെ പരിക്കുകളേറ്റിട്ടുണ്ട്. അതിന് വേണ്ട ചികിത്സകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട എല്ലാ ചികിത്സകളും ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പ് നൽകിക്കൊണ്ട് ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. റെഡ് സോണിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും യെല്ലോ സോണിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും ബന്ധുക്കൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആശ്വാസകരമായ വിവരങ്ങൾ ഈ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളെ തേടി എത്തട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ മലയാളികളും ഇപ്പോൾ ഈ ആശുപത്രിക്ക് പുറത്തും നിൽക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അരുൺകുമാർ.